Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അക്കൗണ്ട് ഫോർ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെൻ്റ് ആവുന്ന സിറ്റുവേഷനാണ്. നമ്മൾ ഒരു പാർട്ട്ണർ ഇൻസോൾവെൻ്റ് ആവുന്ന കേസ് നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലേ, കാരണം വെസ്റ്റസ് മുറേ റൂൾ പ്രകാരം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെൻ്റ് ആവുന്ന സിറ്റുവേഷനാണ് ഇനി ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് എല്ലാവരും ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ, പാർട്ട്നേഴ്സ് എല്ലാവരും ഇൻസോൾവെൻ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യേണ്ടതെന്ന്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ എങ്ങനെ വരുന്നതെന്ന് നോക്കാം. വെൻ ദ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഓഫ് ദ ഫേം കനോട്ട് ബി പെയ്ഡ് ഇൻ ഫുൾ ഔട്ട് ഓഫ് ദ ഫേംസ് ഓൺ അസറ്റ്സ് ആസ് വെൽ ആസ് ദ പേഴ്സണൽ അസറ്റ്സ് ഓഫ് ദ പാർട്ട്ണർ, ദെൻ ഓൾ ദ പാർട്ട്നേഴ്സ് ആർ സെഡ് ടു ബി ഇൻസോൾവെൻ്റ്. ആ ഫേമിൻ്റെ ലയബിലിറ്റീസ്, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഫേമിൻ്റെ അസറ്റ്സ് സെയിൽ ചെയ്തിട്ടും അതിനുശേഷം പാർട്ട്നേഴ്സിൻ്റെ അസറ്റ്സ് സെയിൽ ചെയ്തിട്ടും നടത്താൻ പറ്റിയില്ലെങ്കിൽ, അങ്ങനെയാണെങ്കിൽ നമുക്ക് പാർട്ട്നേഴ്സിനെല്ലാം ഇൻസോൾവെൻ്റ് ആയി നമുക്ക് പറയാം. അപ്പം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്നേഴ്സിന്റെ അല്ലാത്ത ബാക്കി എല്ലാ ലയബിലിറ്റീസ് നമ്മൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ്, അതിന് മെയിൻ ആയിട്ട് ക്രെഡിറ്റേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് പേ ചെയ്യാൻ പറ്റാതിരിക്കുന്ന സിറ്റുവേഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓർഡർ ഓഫ് പേയ്മെന്റ് എങ്ങനെയാണ് നമ്മൾ വരേണ്ടത്. ഫേമിന്റെ ലയബിലിറ്റി വരുവാണെങ്കിൽ ആദ്യം ഫേമിന്റെ അസറ്റ് എടുക്കണം, അതിനുശേഷം നമ്മൾ പാർട്ട്ണറിന്റെ അസറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം ഫേമിന്റെ അസറ്റ് ഒക്കെ സെയിൽ ചെയ്തിട്ട് പൈസ കൊടുക്കുക, എന്നിട്ട് പാർട്ട്ണറിന്റെ അസറ്റ് സെയിൽ ചെയ്യുക. അപ്പോൾ പാർട്ട്ണറിനൊരു ലയബിലിറ്റി വന്നു കഴിഞ്ഞാൽ ആദ്യം പാർട്ട്ണറിന്റെ അസറ്റ്, അതിനുശേഷം ഓർഗനൈസേഷന്റെ അസറ്റ് എന്നുള്ള രീതിയിൽ മാത്രമേ വരുള്ളൂ. ഇഫ് ഓൾ ദ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം ആർ ഇൻസോൾവെന്റ്, ദെൻ ഒബ്വിയസ്ലി ക്രെഡിറ്റേഴ്സ് വിൽ ഹാവ് ടു ബിയർ ദ ലോസ് അറൈസിംഗ് ഡ്യൂ ടു ഇൻസോൾവൻസി. അപ്പോൾ എല്ലാ പാർട്ട്നേഴ്സും ഇൻസോൾവെന്റ് ആയിക്കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ആ ക്രെഡിറ്റേഴ്സിന് അവരുടെ പേയ്മെന്റ് ഫുൾ ആയിട്ട് കിട്ടില്ല. എന്നുവെച്ചാൽ അവർക്ക് ലോസ് വരും. ആ ഇൻസോൾവെന്റി കാരണം ഉണ്ടായ ലോസ് ബിയർ ചെയ്യേണ്ടി വരുന്നത് അവസാനം ക്രെഡിറ്റേഴ്സ് ആയിരിക്കും. That means creditors cannot be paid in full. The cash available together with the amount received from the private estate of partners will be utilized for the payment of creditors after the expense of realization are paid. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ആ ഓർഗനൈസേഷനിലെ ക്യാഷ് അവൈലബിൾ എന്ന് പറഞ്ഞാൽ അവിടെ ലിക്വിഡ് ക്യാഷ് ആയിട്ട് കിടക്കുന്നതും പ്ലസ് അസറ്റ് സെയിൽ ചെയ്ത് കിട്ടിയ ക്യാഷും അതെടുക്കുക. അതിനുശേഷം പാർട്ട്നേഴ്സിന്റെ പ്രൈവറ്റ് എസ്റ്റേറ്റ്, അവരുടെ സ്വത്ത് വിറ്റ് കിട്ടിയ പൈസയും എടുത്തിട്ട് ആ എമൗണ്ട് എല്ലാം കൂടി നമ്മൾ ക്രെഡിറ്റേഴ്സിന്റെ പേയ്മെന്റിന് വേണ്ടി യൂസ് ചെയ്യും. ആഫ്റ്റർ ദ എക്സ്പെൻസ് ഓഫ് റിയലൈസേഷൻ ആർ പെയ്ഡ്. പക്ഷേ ഈ ക്രെഡിറ്റേഴ്സിന് കൊടുക്കുന്നതിന് മുന്നേ ആദ്യം റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തിരിക്കണം. അപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്തതിന് ശേഷം ബാക്കി നമ്മുടെ കയ്യിൽ ഉള്ള എല്ലാ എമൗണ്ടും, ക്യാഷും ക്രെഡിറ്റേഴ്സ് അസറ്റ്സ് സെയിൽ ചെയ്ത് കിട്ടിയ പൈസയും പ്ലസ് പാർട്ട്നേഴ്സിന്റെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടിയ പ്രൈവറ്റ് എസ്റ്റേറ്റ് സെയിൽ ചെയ്ത് കിട്ടിയ പൈസയും എടുത്തിട്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് നടത്തും. അപ്പം ഇവിടെയും എന്നിട്ടും നമുക്ക് ബാക്കി വരും, ക്രെഡിറ്റേഴ്സിന് പേയ്മെന്റ് കൊടുത്ത് തീർക്കാൻ പറ്റാതിരിക്കും. ആ സിറ്റുവേഷനാണ് നമ്മൾ ഇൻസോൾവൻസി എന്ന് പറയുന്നത് അല്ലെ, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ. അപ്പം ഇത്രയും നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തിട്ടും ബാക്കി കിടക്കും അവിടെ. ഇപ്പോൾ അക്കൗണ്ടിങ് സ്റ്റെപ്സ് നോക്കാം. നമ്മൾ ആദ്യം എന്തൊക്കെ ചെയ്യണം. ആദ്യം ക്രെഡിറ്റേഴ്സിന് അതർ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഷുഡ് ബി ട്രാൻസ്ഫർ ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്, ബട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺഡ് ഫോർ സച്ച് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ക്രെഡിറ്റേഴ്സും അതുപോലത്തെ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഷുഡ് നോട്ട് ബി ട്രാൻസ്ഫർ ടു ദ റിയലൈസേഷൻ അക്കൗണ്ട്. ഇതൊന്നും നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. നോർമലി നമ്മൾ എന്ത് ചെയ്യും, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് റിയലൈസേഷൻ അക്കൗണ്ടിലല്ലേ ട്രാൻസ്ഫർ ചെയ്യണത്. അപ്പോൾ ഈ സിറ്റുവേഷനിൽ നമ്മളോട് ഇൻസോൾവൻസി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ നമ്മളത് ക്രെഡിറ്റേഴ്സിനെയും എക്സ്റ്റേണൽ ലയബിലിറ്റീസിനെയും റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. ബട്ട് സെപ്പറേറ്റ് അക്കൗണ്ട് ഷുഡ് ബി ഓപ്പൺ ഫോർ സച്ച് ലയബിലിറ്റീസ്. പകരം നമ്മൾ ആ ലയബിലിറ്റിക്ക് സെപ്പറേറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം. നോർമലി നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പം അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്യും, അതിനുശേഷം എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യും അല്ലേ. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റെപ്പ് ഇവിടെ ആവശ്യമില്ല, എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ട. സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് റിയലൈസേഷൻ അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ് in the usual manner without transferring creditors and external liabilities. അപ്പോൾ ഈ ക്രെഡിറ്റേഴ്സും എക്സ്റ്റേണൽ ലയബിലിറ്റീസും ഇല്ല എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം റിയലൈസേഷൻ അക്കൗണ്ട് യൂഷ്വലി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന പോലെ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തു, എക്സ്റ്റേണൽ ലയബിലിറ്റി എന്നുള്ള സ്റ്റെപ്പ് ഒഴിവാക്കി, അതിനുശേഷം അസറ്റ് റിയലൈസ് ചെയ്തു, അതിനുശേഷം എന്ത് ചെയ്യാം, നമ്മൾ പാർട്ട്നേഴ്സിന് ബാലൻസ് ഉണ്ടെങ്കിൽ പാർട്ട്നേഴ്സിന്റെ പേയ്മെന്റ് നടത്താം. അതുപോലെ ഈ എക്സ്റ്റേണൽ ലയബിലിറ്റീസിന്റെ പേയ്മെന്റ് നടത്താൻ പറ്റില്ല, അത് ട്രാൻസ്ഫർ ചെയ്തില്ല, പകരം നമുക്ക് വേറെ എന്തെങ്കിലും പേയ്മെന്റ് വരുന്നുണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ ചെയ്യണം. അപ്പൊ എല്ലാ സ്റ്റെപ്സും അതുപോലെ തന്നെ ഈ എക്സ്റ്റേണൽ ലയബിലിറ്റീസിനെ മാത്രം ഒഴിവാക്കിയിട്ട്. തേർഡ് സ്റ്റെപ്പ്, എ ക്യാഷ് അക്കൗണ്ട് ഷുഡ് ബി പ്രിപ്പയർഡ്. അതിനുശേഷം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത് ക്യാഷ് അക്കൗണ്ട് ആണ്. ദ ക്യാഷ് അവൈലബിൾ ഇൻ ദ ഫേം ടുഗദർ വിത്ത് ദ എമൗണ്ട് റിസീവ്ഡ് ഫ്രം ദ പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് ദ പാർട്ട്നേഴ്സ്
ഈസ് പെയ്ഡ് ടു ദ ക്രെഡിറ്റേഴ്സ് ആഫ്റ്റർ മീറ്റിംഗ് ദ റിയലൈസേഷൻ എക്സ്പെൻസ്. ഇപ്പോൾ റിയലൈസേഷൻ എക്സ്പെൻസ് മീറ്റ് ചെയ്തതിന് ശേഷം ബാക്കി വരുന്ന ക്യാഷ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതൊക്കെ ക്യാഷ് വരും? ഈ അസറ്റ്സിൽ നിന്ന് കിട്ടിയതും അതുപോലെ തന്നെ പ്രൈവറ്റ് എസ്റ്റേറ്റ് ഓഫ് പാർട്ട്നേഴ്സിൽ നിന്ന് കിട്ടിയതും എല്ലാം എടുത്ത് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുക്കും. ദ അൺപെയ്ഡ് ബാലൻസ് ഇൻ ദ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് ആൻഡ് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് വിൽ ബി ട്രാൻസ്ഫർ ടു ദ ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഇനി ക്രെഡിറ്റേഴ്സിന് കൊടുക്കാൻ പറ്റാതിരുന്ന എമൗണ്ട്, അവരുടെ അൺപെയ്ഡ് ബാലൻസും ക്രെഡിറ്റേഴ്സിനും എക്സ്റ്റേണൽ ലയബിലിറ്റീസിന്റെ അൺപെയ്ഡ് ബാലൻസും നമ്മൾ ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. Similarly, partners loan account balance will be transferred to deficiency account. നമ്മൾ സാധാരണ പാർട്ട്നേഴ്സ് ലോൺ അക്കൗണ്ട് റിയലൈസേഷനിൽ ട്രാൻസ്ഫർ ചെയ്യില്ലല്ലോ, അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അതും ഡെഫിഷ്യൻസിയിലേക്ക് പോകും. Finally, the debit and credit balance in partners capital account will also be transferred to the deficiency account. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുന്ന ഡെഫിഷ്യൻസിയും നമ്മൾ എന്ത് ചെയ്യണം? അതും ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ബാലൻസ് എന്തായാലും നമുക്ക് ഡെഫിഷ്യൻസി ആയിട്ട് കിട്ടും, അപ്പോൾ അതും ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നോ വി ക്യാൻ സീ ദാറ്റ് ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ്ഡ്. ദസ് ദ ബുക്ക് വിൽ ബി ക്ലോസ്ഡ്. അപ്പോൾ ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. എന്ന് വെച്ചാൽ എല്ലാ ഡെഫിഷ്യൻസിയും ഇത്രയാണ് നമുക്ക് പാർട്ട്നേഴ്സിൻ്റെ അടുത്ത് നിന്ന് കിട്ടാനുള്ളത്, അത്ര തന്നെ നമുക്ക് എക്സ്റ്റേണൽ ലയബിലിറ്റീസ് പേ ചെയ്യാനും ബാക്കി കിടക്കും. അപ്പോൾ അത് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. അപ്പോൾ നമ്മൾ എന്തൊക്കെ വ്യത്യാസം നോക്കേണ്ട? ഒന്ന്, ക്രെഡിറ്റേഴ്സും എക്സ്റ്റേണൽ ലയബിലിറ്റീസും നമ്മൾ പറയുന്ന അക്കൗണ്ടിലേക്ക് റിയലൈസേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണ്ട. ബാക്കിയെല്ലാം റിയലൈസേഷൻ സാധാരണ ചെയ്യണ പോലെ ചെയ്യാം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം? റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. പിന്നെ ക്യാഷ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. പിന്നെ അതിനുശേഷം എന്ത് ചെയ്യണം? ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ലാസ്റ്റ് ഒരു ഡെഫിഷ്യൻസി അക്കൗണ്ട് എക്സ്ട്രാ നമുക്ക് പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. A and B were partners in a firm sharing profits and losses equally. അപ്പോൾ A and B and partners ആണ്, അവരുടെ ഈക്വൽ ആണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എന്ന് പറയുന്നുണ്ട്. ബാലൻസ് ഷീറ്റ്, അവരുടെ ബാലൻസ് ഷീറ്റ് നമുക്ക് തന്നിരിക്കുന്നുണ്ട്. ലയബിലിറ്റി സൈഡിൽ എന്തൊക്കെയുണ്ട്? ക്രെഡിറ്റേഴ്സ് ഉണ്ട് 3,90,000, ക്യാപിറ്റൽ ഓഫ് എ തന്നിട്ടുണ്ട് 60,000. എയും ബിയും ഉണ്ടെന്ന് പറഞ്ഞില്ല, അപ്പൊ ബിയുടെ ക്യാപിറ്റൽ ഓവർഡ്രോൺ ആയിരിക്കും, അപ്പൊ നമുക്ക് അസറ്റ് സൈഡിൽ കിടക്കുന്നുണ്ടാവാം. അസറ്റ് സൈഡിൽ എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്യാഷ് അറ്റ് ബാങ്ക് 30,000 തന്നിട്ടുണ്ട്, ഡെറ്റേഴ്സ് തന്നിട്ടുണ്ട്, സ്റ്റോക്ക് തന്നിട്ടുണ്ട്, ഫേർണിച്ചർ തന്നിട്ടുണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി, ബീസ് ക്യാപിറ്റൽ. ഇത്രയും ഐറ്റം നമുക്ക് അസറ്റ് സൈഡിൽ തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ എക്സ്റ്റേണൽ ലയബിലിറ്റീസ് ഇവിടെ എന്താ ഉള്ളത്? ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ക്രെഡിറ്റേഴ്സിനെ നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ ട്രാൻസ്ഫർ ചെയ്യേണ്ട, പകരം ക്രെഡിറ്റേഴ്സിന് അക്കൗണ്ട് സെപ്പറേറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതിന്റെ ബാക്കി എന്താ പറയണമെന്ന് നോക്കാം. ക്വസ്റ്റ്യനിൽ ദ അസറ്റ്സ് വർ റിയലൈസ്ഡ് ആസ് ഫോളോസ്. അസറ്റ് ഒക്കെ നമ്മൾ സെയിൽ ചെയ്തു, അപ്പോൾ അതിന് റിയലൈസ് ചെയ്ത എമൗണ്ട് തന്നിട്ടുണ്ട്. സ്റ്റോക്കിൽ നിന്ന് എത്ര കിട്ടി? ഡെറ്റേഴ്സ്, ഫേർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി. ഇതിൽ റിയലൈസ് ചെയ്ത എമൗണ്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അസറ്റ് റിയലൈസ്ഡ് എവിടെയാണ് കാണിക്കുക? റിയലൈസേഷൻ അക്കൗണ്ടിൽ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ഇത് കംപ്ലീറ്റ് ടോട്ടൽ ചെയ്തിട്ട് കാണിച്ചാൽ മതി, സെപ്പറേറ്റ് ഒന്നും കാണിക്കണ്ട. അപ്പോൾ എല്ലാം കൂടി നമ്മൾ ടോട്ടൽ ചെയ്ത് കാണിക്കണം. ദ റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട് ടു 15,000. റിയലൈസേഷൻ അക്കൗണ്ട് നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ടിൽ നിന്ന് റിയലൈസേഷൻ എക്സ്പെൻസ് പേ ചെയ്യണം. എന്തായിരുന്നു? ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് കാണിക്കണം അല്ലേ, 15,000. ഏസ് പ്രൈവറ്റ് എസ്റ്റേറ്റ് വാസ് നോട്ട് സഫിഷ്യന്റ് ഈവൻ ടു പേ ഹിസ് പ്രൈവറ്റ് ലയബിലിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരാൾ ഇൻസോൾവെന്റ് ആകുമ്പോൾ, ഒരു പേഴ്സൺ പാർട്ട്ണർ ഇൻസോൾവെന്റ് ആകുമ്പോൾ പാർട്ട്ണറിന്റെ മോഡ് ഓഫ് പേയ്മെന്റ് ഏത് ഓർഡറിൽ വരാം? ആദ്യം പാർട്ട്ണറിന്റെ പേയ്മെന്റ് നടത്തണം, അയാളുടെ പേഴ്സണൽ പേയ്മെന്റ് നടത്തണം, അതിനുശേഷം ഫേമിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ എയുടെ കാര്യം പറയുന്നത്, എയുടെ പ്രൈവറ്റ് എസ്റ്റേറ്റ് വാസ് നോട്ട് സഫിഷ്യന്റ് ടു പേ ഹിസ് പ്രൈവറ്റ് ലയബിലിറ്റി. അയാളുടെ പ്രൈവറ്റ് ലയബിലിറ്റി പേ ചെയ്യാൻ പോലും ഇല്ല എന്ന് വെച്ചാൽ എയുടെ കയ്യിൽ നിന്ന് നമുക്കൊന്നും റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. അയാളുടെ പ്രൈവറ്റ് ലയബിലിറ്റി പേ ചെയ്തതിന്റെ ബാക്കി മാത്രമേ ഫേമിന്റെ ലയബിലിറ്റിക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പഠിച്ചതല്ലേ, ഫേമിന് ഒരു ലയബിലിറ്റി വരുവാണെങ്കിൽ അത് ഫേമിന്റെ അസറ്റ് എന്ന് പേ ചെയ്യുക, അതിനുശേഷം പാർട്ട്ണറിന്റെ ലയബിലിറ്റി വരുവാണെങ്കിൽ പാർട്ട്ണറിന്റെ ലയബിലിറ്റി പ്രൈവറ്റ് ലയബിലിറ്റി ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫേമിന് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ എയുടെ കയ്യിൽ നിന്ന് ഒന്നും കിട്ടിയില്ല എന്നർത്ഥം. ഇനി whereas 5,000 were collected from the private estate of B. പക്ഷെ നമ്മുടെ ബിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കുറച്ച് പൈസ കിട്ടി. എത്ര കിട്ടി? 5,000 rupees നമുക്ക് ബിയുടെ കയ്യിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത് ബിയുടെ കയ്യിൽ നിന്ന് റിയലൈസ് ചെയ്തതായിട്ട് നമ്മൾ കാണിക്കണം. ക്ലോസ് ദ ബുക്സ് ഓഫ് ദ ഫേം ബൈ ഓപ്പണിംഗ് റിയലൈസേഷൻ അക്കൗണ്ട്, ബാങ്ക് അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് ഡെഫിഷ്യൻസി അക്കൗണ്ട്. ഇത്ര അക്കൗണ്ട് നമ്മളോട് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. നമുക്ക് എന്തായാലും ഇതൊക്കെ പ്രിപ്പയർ ചെയ്യേണ്ടതാണ്. അസ്യൂമിങ് ദാറ്റ് ഓൾ പാർട്ട്നേഴ്സ് ആർ ഇൻസോൾവെന്റ്. എല്ലാ പാർട്ട്ണറും ഇൻസോൾവെന്റ് ആയി എന്ന് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ഇത്ര അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് റിയലൈസേഷൻ അക്കൗണ്ട് ആണ്. അപ്പോൾ നോക്കാം റിയലൈസേഷൻ അക്കൗണ്ട് എങ്ങനെ ചെയ്യണമെന്ന്.
അപ്പോൾ ആദ്യം നമ്മൾ റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ആദ്യം അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം അല്ലെ. നോർമൽ ചെയ്യുന്ന പോലെ തന്നെ അതിലാകെ വ്യത്യാസം വരുന്നത് ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ അസറ്റ്സ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ അസറ്റ്സ് ഒക്കെ ബുക്ക് വാല്യൂവിൽ ട്രാൻസ്ഫർ ചെയ്യണം. അസറ്റ്സ് എന്തൊക്കെ ഉണ്ടായിരുന്നു? ക്യാഷ്, ഡെറ്റേഴ്സ്, സ്റ്റോക്ക്, ഫർണിച്ചർ, പ്ലാന്റ് ആൻഡ് മെഷീനറി ഇത്രയും ഉണ്ടായിരുന്നു. അപ്പോൾ ക്യാഷ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാറില്ല അല്ലെ. ക്യാഷ് അക്കൗണ്ട് സെപ്പറേറ്റ് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾ ഡെറ്റേഴ്സ് ട്രാൻസ്ഫർ ചെയ്യുക, സ്റ്റോക്ക് ട്രാൻസ്ഫർ ചെയ്യുക, ഫർണിച്ചർ ട്രാൻസ്ഫർ ചെയ്യുക, പ്ലാന്റ് ആൻഡ് മെഷീനറി ട്രാൻസ്ഫർ ചെയ്യുക. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നെക്സ്റ്റ് ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്. അപ്പോൾ ഇത് ലാബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? അസറ്റ് റിയലൈസ് ചെയ്യണം. അപ്പോൾ അസറ്റ് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബൈ അസറ്റ്സ് റിയലൈസ്ഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിക്കാം. ടോട്ടൽ ചെയ്ത് കാണിച്ചാൽ മതി. എല്ലാ അസറ്റ്സിന്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ടോട്ടൽ ചെയ്തിട്ട് എത്ര എമൗണ്ട് റിയലൈസ് ചെയ്ത് അത് കാണിക്കാം. പിന്നെ എന്താ നമ്മളോട് ക്വസ്റ്റ്യൻ പറയുന്നത്? റിയലൈസേഷൻ എക്സ്പെൻസ് എമൗണ്ട് 15,000 എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ട് റിയലൈസേഷൻ എക്സ്പെൻസ് കാണിക്കാം. റിയലൈസ് ചെയ്യുന്ന വാല്യൂ നമ്മൾ ക്രെഡിറ്റിൽ കാണിക്കണം, പേയ്മെന്റ് നടത്തുന്ന ഡെബിറ്റിൽ കാണിക്കണം. 15,000 കാണിച്ചു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. അക്കൗണ്ട് ബാലൻസ് ചെയ്യുമ്പോൾ 1,40,000 വരുന്നത്. അത് ഈക്വൽ പാർട്ട്നേഴ്സ് അല്ലേ. അപ്പം നോർമലി നമ്മൾ എന്ത് ചെയ്യണത്? പാർട്ട്നേഴ്സിന്റെ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക അല്ലെ. റിയലൈസേഷൻ അക്കൗണ്ട് ബാലൻസ് അതേപോലെ തന്നെ ചെയ്യാം. ആകെ വ്യത്യാസം ഔട്ട്സൈഡ് ലയബിലിറ്റീസിന്റെ കാര്യങ്ങൾ മാത്രം ഇതിൽ നമ്മൾ ചെയ്യുന്നില്ല. നെക്സ്റ്റ് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ആ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ എന്ത് ചെയ്യാം? ഇവിടെ ഈ റിയലൈസേഷൻ എമൗണ്ടും കൂടി ട്രാൻസ്ഫർ ചെയ്യണം. അല്ലെങ്കിൽ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിൽ തന്നിരിക്കുന്ന ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഒരാൾക്ക് മാത്രമേ നമ്മുടെ ലയബിലിറ്റി സൈഡിൽ തന്നിട്ടുള്ളൂ. അപ്പം എന്ത് ചെയ്യാം? ഒരാൾക്ക് മാത്രം ക്രെഡിറ്റ് ബാലൻസ് ഉള്ളൂ. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് എയുടെ ആണ്. അപ്പോൾ എയുടെ കോളത്തിൽ 60,000. ബിയുടെ ക്യാപിറ്റൽ എവിടെയുള്ള അസറ്റ് സൈഡിലാണ്. അപ്പോൾ ടു ബാലൻസ് ബ്രോഡ് ഓൺ എന്ന് പറഞ്ഞിട്ട് ബിയുടെ ക്യാപിറ്റൽ 1,20,000 അവിടെ കാണിച്ചു. ഇനി എന്താ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാനുള്ളത്? ഒന്ന് റിയലൈസേഷൻ അക്കൗണ്ടിന്റെ ബാലൻസ് അല്ലെ. അപ്പൊ അത് ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് 70,000 ആയിരുന്നു രണ്ടുപേരുടെയും. ആ 70,000 ട്രാൻസ്ഫർ ചെയ്തു. നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ഈ 5,000 നമുക്ക് പാർട്ട്ണർ ബിയുടെ എമൗണ്ടിൽ നിന്ന് എസ്റ്റേറ്റിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റിയത്. അപ്പൊ അത്ര എമൗണ്ട് നമുക്ക് റിസീവ് ചെയ്തു. അപ്പൊ ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് ബിയുടെ അക്കൗണ്ടിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം? 5,000 കാണിച്ചു. അതിനുശേഷം അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസ് എവിടെ ട്രാൻസ്ഫർ ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞ? ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ അതിന്റെ അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാലൻസ് ഡെഫിഷ്യൻസി അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. നെക്സ്റ്റ് നമുക്ക് വേണ്ടത് ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഓൾറെഡി അക്കൗണ്ടിന്റെ ബാലൻസ് 30,000 ഉണ്ട്. അപ്പോൾ 30,000 കാണിച്ചു. അതിനുശേഷം നമ്മൾ എവിടെയൊക്കെയാണ് ബാങ്ക് എഴുതിയിരിക്കുന്നത് അതൊക്കെ ഇതിൽ പോസ്റ്റ് ചെയ്യാം. റിയലൈസേഷൻ അക്കൗണ്ട് ആദ്യം നോക്കാം. അതിലെവിടെ ബാങ്ക് എഴുതിയിട്ടുണ്ട്? ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്. റിയലൈസ് ചെയ്ത എമൗണ്ട് 1,75,000. അപ്പോൾ നമ്മൾ അത് എന്തായിട്ട് എഴുതണം? ഇവിടെ ടു റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് 1,75,000 എഴുതി. പിന്നെ എന്താ ബാങ്ക് വരുന്നത്? റിയലൈസേഷൻ അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് എഴുതിയിട്ടുണ്ടല്ലോ, നമ്മുടെ പേയ്മെന്റ് നടത്തിയത് അല്ലെ. അത് ബൈ റിയലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ആ എമൗണ്ട് ഇവിടെ കാണിച്ചു. അതിനുശേഷം പിന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എവിടെയെങ്കിലും ബാങ്ക് വരുന്നുണ്ടോ? ഒരു ബാങ്ക് വരുന്നുണ്ടല്ലോ, നമ്മുടെ പ്രൈവറ്റ് എസ്റ്റേറ്റിൽ നിന്ന് എമൗണ്ട് കിട്ടിയത് ബൈ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ 5,000 എഴുതിയിട്ടുണ്ടായിരുന്നു. അതിവിടെ എന്ത് ചെയ്യണം? ടു ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 5,000 എഴുതി. ഇത്ര എഴുതിയിട്ട് പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ എന്തുണ്ടെങ്കിലും ആർക്കാ കൊടുക്കേണ്ട? ഔട്ട്സൈഡ് ലയബിലിറ്റി പേ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യണം. ഇവിടെ ഔട്ട്സൈഡ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ആരായിരുന്നു? നമ്മുടെ ക്രെഡിറ്റർ ആയിരുന്നു. അപ്പം ബാക്കിയുള്ള ബാലൻസ് കംപ്ലീറ്റ്ലി നമ്മൾ ക്രെഡിറ്ററിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കണം. അപ്പൊ ക്രെഡിറ്ററിന്റെ പേയ്മെന്റ് ഫുൾ ആവണമെന്നില്ല, പക്ഷേ നമ്മുടെ കയ്യിലുള്ള എമൗണ്ട് കംപ്ലീറ്റ്ലി നമ്മൾ ക്രെഡിറ്ററിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും. നമുക്ക് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിന്റെ അവസ്ഥ എന്താ നോക്കാം. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് നോക്കാം. അതിൽ നമ്മൾ ആദ്യം ക്രെഡിറ്ററിന്റെ ബാലൻസ് ബൈ ബാലൻസ് എത്ര വന്നിട്ടുണ്ടായിരുന്നു? 3,90,000 ബാലൻസ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ക്രെഡിറ്ററിന് ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഒരു എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എത്ര ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടില്ലേ? 1,95,000 നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അപ്പൊ ഇനി ബാക്കി എമൗണ്ട് എത്രയുണ്ട്? അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. ബാക്കി എമൗണ്ട് ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പൊ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് ബാലൻസും ഡെഫിഷ്യൻസിയിൽ ട്രാൻസ്ഫർ ചെയ്യണം. ഔട്ട്സൈഡ് ലയബിലിറ്റീസിന്റെ ബാലൻസും ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് തന്നെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ഇനി നമ്മൾ ലാസ്റ്റ് ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ എന്തൊക്കെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? ഒന്ന് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് അല്ലേ. അപ്പൊ രണ്ടുപേരുടെയും നമ്മൾ കാണിക്കാം. എയുടെ 10,000 ബിയുടെ 1,85,000. അപ്പം ബൈ ഡെഫിഷ്യൻസി ആയിരുന്നു അവിടെ എഴുതിയിരുന്നത്. അപ്പൊ ഇവിടെ ടു എസ് ക്യാപിറ്റൽ ടു ബീസ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം? 10,000 1,85,000 കാണിക്കാം. ഇനി ഇവിടെ ഡെഫിഷ്യൻസി ഉണ്ടായിരുന്നത് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ അല്ലേ. ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടിൽ ടു ഡെഫിഷ്യൻസി ആയിരുന്നു. അപ്പൊ ഇവിടെ ബൈ ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് 1,95,000 അതിന്റെ ഡെഫിഷ്യൻസി കാണിക്കാം. അപ്പൊ ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. പാർട്ട്ണർക്ക് ഇത്രയും ഇൻസോൾവൻസി കാരണം പാർട്ട്ണർക്ക് ഇത്രയും പൈസ കൊണ്ടുവരാൻ പറ്റിയില്ല, അതുകൊണ്ട് ക്രെഡിറ്ററിന് ഇത്രയും പൈസ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ഡെഫിഷ്യൻസി അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടും.
ഇപ്പം നമ്മൾ പഠിച്ചത് എല്ലാ പാർട്ട്ണറും ഇൻസോൾവെന്റ് ആകുമ്പോൾ നമ്മൾ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നാണ്. അപ്പൊ എങ്ങനെ നമ്മൾ ചെയ്യേണ്ടത്, റിയലൈസേഷൻ അക്കൗണ്ടിൽ എന്ത് ചെയ്യണം, ഔട്ട്സൈഡ് ലയബിലിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഔട്ട്സൈഡ് ലയബിലിറ്റീസിന് പേയ്മെന്റ് കൊടുക്കുന്നതും നമ്മൾ റിയലൈസേഷനിൽ കാണിക്കണ്ട. അതിനുശേഷം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ നോർമൽ ചെയ്യണ പോലെ ചെയ്യാം. പക്ഷെ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ബാലൻസ് എവിടെ ട്രാൻസ്ഫർ ചെയ്യണം, ഡെഫിഷ്യൻസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, ബാങ്ക് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. ബാങ്ക് അക്കൗണ്ടിന്റെ ബാലൻസ് ആർക്ക് കൊടുക്കണം, എന്ത് ബാക്കിയുണ്ടെങ്കിലും അത് ഔട്ട്സൈഡ് ലയബിലിറ്റീസിന് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഇവിടെ ക്രെഡിറ്റേഴ്സ് ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റേഴ്സിന് കൊടുത്തു. എന്നിട്ട് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം, അതിന്റെ ബാലൻസും ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ. ലാസ്റ്റ് ഡെഫിഷ്യൻസി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. ഡെഫിഷ്യൻസി അക്കൗണ്ടിൽ നമുക്ക് ബാലൻസ് വരില്ല, ഡെഫിഷ്യൻസി അക്കൗണ്ട് ക്ലോസ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് ചെയ്യാനുള്ളത്. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.